Alhamdulillah, nahmadullah wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. صدق الله العظيم. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ നാഥൻ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാസികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ നസീഹത്താണ് ഇന്നത്തെ ഖുതുബയുടെ ഉള്ളടക്കം. നമ്മളിൽ പലരും പ്രവാസികളാണ്. പലരും ധാരാളം വർഷങ്ങൾ ഗൾഫ് നാടുകളിൽ പ്രവാസ ജീവിതം നയിച്ചവരാണ്. ഇനിയും എൻ്റെ മുമ്പിലുള്ള ചില ആളുകൾ വിസയും പാസ്പോർട്ടും ശരിയാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. പ്രവാസികളുടെ വിഷയങ്ങൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാകാറുണ്ട്. സംഘടനകളും രാഷ്ട്രീയക്കാരും പലപ്പോഴും കാര്യമായ പ്രവാസി വിഷയങ്ങൾ സജീവമാക്കാറുണ്ട്. പലപ്പോഴും അവരവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകമായ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് അത്തരം ചർച്ചകൾ ഉണ്ടാവുക. ഈ സംസാരം ആ സ്വഭാവത്തിലുള്ളതല്ല. പ്രവാസ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് വസിയ്യത്തുകൾ അവരുടെ മുമ്പിൽ വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വിശദാംശങ്ങളിലേക്ക് പോവാതെ
മോശമായ ധാരാളം അനുഭവങ്ങളും ദുരന്ത കഥകളും നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും ഇതുപോലൊരു വേദിയിൽ പരത്തി പറയേണ്ടതുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരം വിവരണങ്ങൾ പോലും ഒരുപക്ഷെ ഹൈറായ ഒരു ഫലമല്ല പലപ്പോഴും ഉണ്ടാക്കുക. അതുകൊണ്ട് ഉദാഹരണങ്ങളൊന്നും പരത്തി പറയാതെ ഉദ്ധരിക്കാതെ രണ്ട് വസിയ്യത്തുകൾ അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 66-ാം അധ്യായം അത്തഹരീം 6-ാം വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് നാഥൻ പറയുന്നു, ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും നരകത്തിൽ നിന്ന് കാക്കണം. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യരും ശിലകളുമാകുന്നു. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ആ നരകം കാക്കുന്ന കാവൽ മാലാഖമാരുണ്ട്. ഗിലാദുൻ ശിദാദ്, അവർ പരുഷപ്രകൃതരാണ്, കഠിനമനസ്കരാണ്. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഉടമസ്ഥനായ നാഥൻ പറഞ്ഞതെന്തോ അത് പ്രത്യക്ഷരം പാലിക്കുന്ന മാലാഖമാർ, ആ ദൈവിക ശാസനകൾക്ക് യാതൊരു എതിരും ചെയ്യാത്ത ആളുകൾ. അത്തരം പരുഷപ്രകൃതരും കഠിനമനസ്കരുമായ മാലാഖമാരുടെ പാറാവുള്ള നരകം, നിങ്ങളെപ്പോലുള്ള മനുഷ്യരും ശിലകളുമാണ് അതിൽ കത്തിക്കപ്പെടുന്ന വിറകുകൾ. ആ നരകത്തെ നിങ്ങൾ കാക്കണം. നിങ്ങളെ തൊട്ട് മാത്രമല്ല, നിങ്ങളുടെ മക്കളെ തൊട്ടും ഇണകളെ തൊട്ടും കാക്കണം. ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ. ഖുർആന്റെ ആ പ്രയോഗം നേർക്ക് നേരെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തീയുണ്ട്, തീ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ആ ശൈലി. ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ. ഒരു ചെറിയ തീപ്പൊള്ളലേൽക്കുന്നത് അസഹ്യമാണ് മനുഷ്യൻ. തിളച്ച വെള്ളം നമ്മുടെ ശരീരത്തിൽ വീഴുന്നത് നമുക്ക് അസഹ്യമാണ്. നമ്മൾ സഹിച്ചാൽ പോലും നമ്മുടെ കുഞ്ഞുകുട്ടി ആ തീയുടെ അടുത്തേക്ക് പോകുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതുന്ന എന്റെ സന്താനം, എന്റെ അരുമ മകൻ, തിരിച്ചറിവില്ലാത്ത പ്രായപൂർത്തിയെത്താത്ത നിഷ്കളങ്കയായ ആ കുട്ടി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരിയുടെ സമീപത്തേക്ക് പോകുമ്പോഴേ എന്റെ ഹൃദയത്തിൽ ആധിയാണ്. തിളങ്ങുന്ന ഒരു കനൽ കണ്ടാൽ കളിക്കോപ്പാണെന്ന് തെറ്റിദ്ധരിച്ചു വെക്കാവുന്ന പ്രായമാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് നേരെ പ്രവേശിക്കുന്നു ദൈവിക സൂക്തങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ. തീപ്പൊള്ളലേൽക്കാതെ നോക്കണം. ഏതൊരു മകനും മകൾക്കും വേണ്ടിയാണോ, ഏതൊരു ഭാര്യക്കും കുടുംബാദികൾക്കും വേണ്ടിയാണോ ജീവിതത്തിൽ നിങ്ങൾ നിരന്തരം ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ത്യാഗങ്ങൾ മുഴുവൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സമർപ്പണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ ധനമൊക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്,
ആ സന്താനങ്ങളും ഇണകളും അവരെ തീപ്പൊള്ളലേൽക്കാതെ നോക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. നിന്റെ മാത്രം തടി രക്ഷിച്ചാൽ പോരാ എന്ന് ഖുർആൻ പറയും. ഞാൻ ഏറ്റവും പ്രിയങ്കരനായി കാണുന്ന എന്റെ കുട്ടി നാളെ പരലോകത്ത് തീപ്പൊള്ളലേറ്റൊരു തീഗോളമായി നരകത്തിൽ പതിക്കുന്നത് സഹിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ നരകവിവരണങ്ങൾ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. ടാറുപോലുള്ള ഒരു പ്രത്യേക സാധനം കൊണ്ടുണ്ടാക്കിയ വസ്ത്രം, നരകവാസികൾ അണിയിക്കപ്പെടുന്ന വസ്ത്രം, ആ വസ്ത്രത്തിൽ തീ പടർന്നു പിടിച്ചിട്ട് ഒരു തീഗോളമായിട്ട് നരകത്തിലോടുന്ന മനുഷ്യൻ രക്ഷയന്വേഷിച്ച് ഓടുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. പുറത്തേക്ക് പോകാൻ സാധ്യമല്ല, അവിടെ പാറാവുകാരുണ്ട്. അഴിമതിക്കാരും കൈക്കൂലിക്കാരുമായ പാറാവുകാരല്ല. ലാ യഅ്സൂനല്ലാഹ മാ അമറഹു. ഉടമസ്ഥനായ നാഥനിൽ നിന്ന് കിട്ടിയ ഉത്തരവിൽ അണുകിട വ്യതിചലിക്കാത്ത പാറാവുകാരായ മലക്കുകൾ. കഠിനമനസ്കരാണവർ, പരുഷപ്രകൃതമുള്ളവരാണ്, പരുക്കന്മാരാണ്. ഈ നരകത്തീയിൽ നിന്ന് ഒരു തീഗോളമായി മാറുന്നതിൽ നിന്ന് നിന്റെ കുടുംബത്തെ നീ കാക്കണം. ഇതാണ് അല്ലാഹുവിന്റെ വസിയ്യത്ത്. പ്രിയമുള്ളവരെ, ഇത് എല്ലാവർക്കും ബാധകമാണ്. ലോകാവസാനം വരെ എല്ലാ മനുഷ്യർക്കും ബാധകമാണ് ഈ സൂക്തം. ഞാനിപ്പോൾ ഇത് പ്രവാസികളുടെ മുമ്പിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട നിന്റെ ഗൾഫ് ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോ നിന്റെ കുടുംബത്തെ നിനക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ ആത്മവിചിന്തനം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉദാഹരണങ്ങളൊന്നും ഉദ്ധരിക്കേണ്ട, നമുക്കൊക്കെ അറിയാം. അയൽപക്കങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അയൽ പ്രദേശങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ചു കാലം മുമ്പ് പത്രത്തിൽ ഇത്തരം വാർത്തകളെ ഞാനിപ്പോൾ വായിക്കാറില്ല. കുറച്ചു കാലം മുമ്പ് ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത. വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം മുസ്ലിമായ ഒരു ഗൃഹനാഥൻ തിരിച്ചു വരികയാണ്. 2 കുട്ടികളുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി വീട്ടിലെത്തി. വെള്ളിയാഴ്ച ജുമാ പള്ളിക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് തന്റെ ഭാര്യ വീട്ടിലില്ല. വർഷങ്ങളോളം പിരിഞ്ഞിരുന്നിട്ട് എല്ലാ മോഹങ്ങളോടും കൂടി തന്നെ ആനന്ദത്തിലെത്തിക്കേണ്ട തന്റെ വീട്ടുകാരിയില്ല. ആളുകൾ അവിടെയും ഇവിടെയും നിന്ന് അടക്കം പറയുന്നു. വീടിന്റെ മുറ്റത്ത് ആളുകളുണ്ട്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ഭാര്യ അയൽപക്കത്ത് ഒരു അന്യമതസ്ഥനായ ചെറുപ്പക്കാരന്റെ കൂടെ പോയിരിക്കുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് നമുക്ക് തള്ളിക്കളയാൻ വയ്യ. മുസ്ലിം സമാജത്തിൽ ഇത്തരം എത്രയോ സംഭവങ്ങൾ, അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ, ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കുട്ടികളുടെ മാതാവ്. എല്ലാ ഭൗതികമായ ആർഭാടങ്ങളും സൗകര്യങ്ങളുമുണ്ട് വീട്ടിൽ. ദൃശ്യമാധ്യമം എന്ന് പറയുന്ന പിശാചിന്റെ അടിമയാണ്. ദൃശ്യമാധ്യമം സ്വയം പിശാചായതുകൊണ്ടല്ല, പൈശാചിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനത് ഉപയോഗപ്പെടുത്തുമ്പോൾ അതൊരു പിശാചായി മാറും. ഇങ്ങനെ ഒരു ഭൗതികാസക്തമായ ജീവിതത്തിൽ നേതൃത്വം നൽകാനുള്ള പുരുഷൻ വീട്ടിലില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ മതബോധമോ ധാർമ്മിക ചിന്തയോ ഇല്ലാത്ത വീട്ടുകാരിയെ സ്വാധീനിക്കാൻ ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് ആളുകൾ, ഒരുപാട് ശക്തികൾ. ഇവരൊക്കെ കൂടി ജീവിതത്തെ ദുരന്തമയമാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തകൾ നമ്മുടെ ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഇതുപോലെ ഇതിനേക്കാൾ ദാരുണമായിട്ടുള്ള ഒരുപാട് സംഗതികൾ നിങ്ങൾക്കൊരുപക്ഷെ ഓർമ്മയുണ്ടാവും. ഞാൻ സൂചിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പുരുഷനാകുന്ന അല്ലെങ്കിൽ കുടുംബത്തിന് നായകത്വം വഹിക്കുന്ന ആളുകളോട്, നേതൃത്വത്തോട് പറയുന്നു,
യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഈ ചുമതല ആരാണ് നിർവഹിക്കേണ്ടത്? നീ ഗൾഫ് ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ പ്രാരബ്ധങ്ങളുടെ, പ്രയാസങ്ങളുടെ, വളരെ മോശമായ സാമ്പത്തിക സാഹചര്യങ്ങളിലായിരിക്കാം ഒരുപക്ഷെ ഗൾഫിലേക്ക് പോകുന്നത്. പക്ഷെ അപ്പോഴും സത്യവിശ്വാസിയായ മനുഷ്യൻ ചിന്തിക്കണം ഈ വിഷയങ്ങളൊക്കെ. വർഷങ്ങൾ പണിയെടുത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചൊരുപക്ഷെ നാട്ടിലെത്തുമ്പോൾ ആർക്കു വേണ്ടിയാണോ സമ്പാദിച്ചത് അവർ വീട്ടിലില്ലാതിരിക്കുന്ന, തന്റെ ജീവിതം, തന്റെ കുടുംബം നഷ്ടമായിത്തീരുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. പുരുഷൻ പ്രജാപതിയാണ്, അവൻ ചോദ്യം ചെയ്യപ്പെടും അല്ലാഹുവിന്റെ മുമ്പിൽ തന്റെ പ്രജയെ സംബന്ധിച്ച്. തന്റെ വീട്ടുകാരിയെക്കുറിച്ചും കുട്ടികളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും. മസ്ഊലാണ് അയാൾ. അവർക്ക് വേണ്ടത് നൽകാൻ സാധിക്കേണ്ടതുണ്ട്, അത് നിന്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് മഹാനായ ഫാറൂഖ് ഉമർ ചോദിച്ചത്, തന്റെ ഭാര്യയോട് ചോദിച്ചുവല്ലോ, എത്ര കാലം ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീ അവർ രണ്ടുപേരും വേർപെട്ട് നിൽക്കാൻ? പരമാവധി 4 മാസം എന്നാണ്. പരമാവധി 4 മാസം. 4 6 മാസം. ഇവിടെയൊക്കെ അവകാശങ്ങളുടെ പ്രശ്നമുണ്ട്. ഗൾഫിലാരും പോകേണ്ടതില്ല എന്ന ഒരാശയമല്ല ഞാൻ സമർപ്പിക്കുന്നത്. ഇത് സത്യവിശ്വാസിയുടെ ചിന്താവിഷയമായി മാറേണ്ടതാണ്. സൽമാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവല്ലോ, وَإِنَّ لِرَبِّكَ عَلَيْكَ حَقًّا وَلِنَفْسِكَ عَلَيْكَ حَقًّا وَلِزَوْجِكَ عَلَيْكَ حَقًّا فَأْتِ كُلَّ ذِي حَقٍّ حَقَّهُ. നിന്റെ നാഥനോട് നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ നഫ്സിനോട്, നിന്റെ ശരീരത്തോട് ബാധ്യതകളുണ്ട്. وَلِزَوْجِكَ عَلَيْكَ حَقًّا, നിന്റെ ഇണയോട് ബാധ്യതയുണ്ട്. فَأْتِ كُلَّ ذِي حَقٍّ حَقَّهُ. അതുകൊണ്ട് ഓരോരുത്തരുടെയും അവകാശങ്ങൾ, ഓരോരുത്തരോടുമുള്ള ബാധ്യതകൾ എന്തോ അത് നീ കൃത്യമായിട്ട് നിറവേറ്റണം. അതാണ് ജീവിതത്തിൽ അപസ്വരങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗം. നമ്മുടെ കുടുംബജീവിതത്തിൽ താളഭംഗങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗം. ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുക. ഭാര്യയ്ക്കുണ്ട് അവകാശം, ശാരീരികമായ അവകാശമുണ്ട്, സാമ്പത്തികമായ അവകാശമുണ്ട്. അവരുടെ വിചാരങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതിനെയൊക്കെ ഒരു സൈഡിലേക്ക് അവഗണിച്ച് തള്ളി നിരാകരിച്ച് കേവലം ദുനിയാവിന്റെ മോഹങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുമ്പോൾ അപ്രതീക്ഷിതമായ ദുരന്തങ്ങളുണ്ടാകും എന്നർത്ഥം. വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ നമുക്കറിയുന്ന വിഷയങ്ങളാണ്. നമ്മുടെ കുട്ടികൾ, പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളുടെ മക്കൾ, അവരൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. കാരണം അവരുടെ ശിക്ഷണമോ അവരുടെ സംസ്കരണമോ മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിൽ നടക്കാതെ പോവുകയാണ്. ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ടാക്കുന്നു, ഏതെങ്കിലും ഒരു സ്കൂളിൽ ചേർക്കുന്നു, അല്ലെങ്കിൽ ആരെയെങ്കിലും ചുമതലപ്പെടുത്തുന്നു. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് നമ്മളാവുകയില്ല മറ്റുള്ളവർ. ഹോസ്റ്റൽ നല്ല ഇസ്ലാമിക ശൈലിയിൽ നടക്കുന്ന ഹോസ്റ്റലാണെങ്കിൽ പോലും എന്റെ വിനീതമായ അഭിപ്രായത്തിൽ ഹോസ്റ്റൽ ലൈഫല്ല കുട്ടികൾക്ക് നൽകേണ്ടത്. എന്റെ മകൻ, എന്റെ മകൾ എന്റെ കൂടെ ജീവിച്ച് എന്റെ കുടുംബത്തിൽ നിന്നുകൊണ്ട് എന്നിൽ നിന്ന് ധാർമ്മിക പാഠങ്ങൾ അവൾ അല്ലെങ്കിൽ അവൻ അഭ്യസിക്കണം. പ്രവാചകൻ അങ്ങനെയല്ലേ ഈ ധാർമ്മിക പാഠങ്ങൾ പകർന്നു നൽകിയത്? മദ്രസയിൽ പോലും വിട്ടിട്ടല്ലല്ലോ പഠിപ്പിച്ചത്. ഭക്ഷണം കഴിക്കുമ്പോൾ, തീന്മേശയ്ക്ക് ചുറ്റുമിരിക്കുമ്പോൾ പ്രവാചകന്റെ ഉത്ബോധനം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന കുട്ടിയോട്, മോനെ ബിസ്മി ചൊല്ലിയോ, യാ ഗുലാം മുസമ്മില്ല, ഒക്കുൽ ബി യമീനിക്, വലത് കൈകൊണ്ട് തിന്നു, ഒക്കുൽ മിമ്മ യലീഖ്, പാത്രത്തിൽ നിന്റെ അടുത്ത ഭാഗത്തു നിന്ന് തിന്നണം. ഭക്ഷണമര്യാദ ഇതെവിടെ വെച്ച് പഠിപ്പിക്കുന്നു? തീന്മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ പഠിപ്പിക്കുന്നു. ഇസ്ലാമിക കുടുംബത്തിൽ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. റസൂലുള്ളാഹി എടുത്തു പറഞ്ഞു, നമുക്കിതൊക്കെ നിസ്സാരമായ വിഷയങ്ങളാകും.
പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ സംഗീതത്തിലും സൗന്ദര്യത്തിലും വലിയ പങ്കുണ്ട്. ഈ വിഷയത്തിലൊക്കെ ഇജ്തമിഉ അലാ ത്വആമിക്കും യുബാറക് പ്രവാചകനാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഈ കൂട്ടായ്മ ഉണ്ടാക്കണം, ഒരുമിച്ചിരിക്കണം. യുബാറക് ലക്കും, അല്ലാഹുവിന്റെ ബർക്കത്തുണ്ടാകും നിങ്ങൾക്ക് കുടുംബത്തിൽ, ജീവിതത്തിൽ, വീട്ടിൽ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഉപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ കൈപിടിച്ച് കുഞ്ഞുമകനെ കൊണ്ടുപോകുന്നു. അവൻ നിസ്കരിക്കാൻ പ്രായമെത്താത്തവനാണെങ്കിൽ അവിടെ ഇരുന്നവൻ കാണുന്നു നമസ്കാരം, ജമാഅത്ത്, വിശ്വാസികളുടെ സംഘ നമസ്കാരം അവിടെ നിന്ന് ആ കുട്ടി കാണുകയാണ്. കുറച്ചു കഴിഞ്ഞ് അവനത് ശീലമാകുന്നു. ഉപ്പയുടെ വിരലിൽ തൂങ്ങിപ്പിടിച്ച് പള്ളിയിലേക്ക് പോയ ഒരു ഓർമ്മ, അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ്, വലിയൊരു വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇപ്പോൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന മറ്റൊരു മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നു, സലാം ചൊല്ലി സംസാരിക്കുന്നു. ഇതാ കുട്ടിക്കൊരു വിദ്യാഭ്യാസമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഉമ്മയുടെയും ഉപ്പയുടെയും സാന്നിധ്യത്തിൽ ലഭിക്കേണ്ട ഇസ്ലാമിക ജീവിത ശിക്ഷണം പ്രവാസികളുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോവുകയാണ്. അപൂർവം ചില ആളുകളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് കുടുംബസമേതം തന്നെ അവിടെ ജീവിക്കണമെങ്കിൽ കുടുംബസമേതം ജീവിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അതല്ലാത്ത ഒരു വലിയ സംഖ്യയുണ്ട്, ഒരു വലിയ എണ്ണം. കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്നെ സമീപിച്ച ഒരു രക്ഷിതാവിന്റെ കഥ ഞാൻ ഓർക്കുന്നു. എന്റെ ഫോണിൽ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് വാങ്ങി വീട്ടിൽ വന്നു അദ്ദേഹം. ദീർഘകാലമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു പിതാവ്, അദ്ദേഹത്തിന്റെ ഭാര്യയും, അവർ രണ്ടുപേരും ഗൾഫിലാണ്. കുട്ടി നമ്മുടെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിച്ചിരുന്ന വളരെ ബ്രൈറ്റായിട്ടുള്ള, നല്ല കഴിവുകളുള്ള, പഠിക്കാൻ മിടുക്കനായ കുട്ടി, സ്വഭാവം കൊണ്ട് വളരെ നന്നായ പെരുമാറ്റമുള്ള കുട്ടി. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. അവൻ അമ്പേ തകർന്നിരിക്കുകയാണ്. 10th കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് പോയൊരു വിദ്യാർത്ഥിയാണ്. അവന്റെ ജീവിതമാകെ മാറിയിരിക്കുന്നു. +2 അവൻ തകർന്നു. പഠനത്തിൽ മാത്രമല്ല, അവന്റെ സ്വഭാവവും ജീവിതവും. 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ ഇവിടെ അങ്ങനെ ഒരു കൊള്ളാവുന്ന അന്തരീക്ഷത്തിലായിരുന്നു. പിന്നീട് അവൻ ഏതൊക്കെയോ കൂട്ടുകെട്ടുകളുണ്ടായി. അവൻ ഇന്റർനെറ്റിന്റെ ലോകത്തെത്തി. വൃത്തികേടുകളുടെ അടിമയായി മാറി. അശ്ലീല സൈറ്റുകൾ കാണാതെ അവനൊരു ദിവസം മുമ്പോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി. മദ്യപാനികളായ ആളുകൾക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ കൈവിറക്കുമെന്ന് പറയുന്നത് പോലെ ഈ കൊച്ചുകുട്ടിക്ക് ഈ വൃത്തികെട്ട സൈറ്റുകൾ സന്ദർശിക്കാതെ അവൻ ഉറക്കം വരാത്ത ഒരു സ്ഥിതിവിശേഷം. മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് എത്തിപ്പെട്ടു. ആകെ തകർന്നിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കുറേ നേരം സംസാരിച്ചു. ആ കുട്ടിയുമായിട്ട് ഒറ്റയ്ക്ക് സംസാരിച്ചു. പിന്നെ ഒരുമിച്ചിരുത്തി കുറെ സംസാരിച്ചു. പക്ഷെ അപ്പോഴും ആ പിതാവിന്റെ മനസ്സ് അങ്ങേയറ്റം വേദനിക്കുന്ന സ്ഥിതിയിലും അദ്ദേഹം പറയുന്നത്, എനിക്ക് കുറച്ച് ഇത്ര ദിവസം കഴിഞ്ഞ് എനിക്ക് പോകണം, എനിക്കും വൈഫിനും പോകണം. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലല്ലാതെ കിട്ടേണ്ട ശിക്ഷണശീലനങ്ങൾ കിട്ടാതെ വളർന്നു വരുന്ന പ്രവാസികളുടെ മക്കളുടെ പ്രശ്നങ്ങൾ അവരൊരു സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ പണം, സൗകര്യങ്ങൾ, സമൃദ്ധി. 2 ദിവസം മുമ്പ് ഒരു മാതാവ് സ്കൂളിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്റെ കുട്ടിയെ നിങ്ങൾ പ്രത്യേകം ഒന്ന് വിളിച്ച് സംസാരിക്കണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അവരുടെ ആദ്യം മുഴുവൻ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനെ സംബന്ധിച്ചാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അവർക്ക് ഈ സമയത്ത് മൊബൈൽ വാങ്ങിക്കൊടുത്തത്? വാങ്ങിക്കൊടുത്തതല്ല, ഇത്ത ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ, ഇത്ത കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ആ പഴയ മൊബൈൽ ഞാൻ ഉപയോഗിച്ചിട്ട് എന്ന് ചോദിച്ചിട്ട് അവൾ അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങി. ഇപ്പോൾ എന്നോടൊപ്പം കിടന്നിരുന്ന കുട്ടി എന്നോടൊപ്പം കിടക്കുന്നില്ല, അവൾ വേറെ മുറിയിലാണ് കിടക്കുന്നത്. ഈ മൊബൈലിൽ സംസാരിക്കാൻ ആരോ ഒരാളുണ്ട്. അവളുടെ മനസ്സിൽ ആരോ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, നിങ്ങളൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അദബുൽ ഹസൻ,
ധാർമ്മികമായ ശിക്ഷണമാണ്, ഇസ്ലാമിക തർബിയത്താണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഒരു മൊബൈൽ ഫോണല്ല, സന്തോഷം വരുമ്പോൾ ഒരു നല്ല സെറ്റ് വാങ്ങിക്കൊടുക്കലല്ല. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ മുസ്ലിം സമൂഹം ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾക്കും ഇണകൾക്കും നിങ്ങളുടെ സുഹബത്ത് കിട്ടണം, അതവരുടെ അവകാശമാണ്. ഉപ്പയുടെയും ഉമ്മയുടെയും സുഹബത്ത് അവരുടെ അവകാശമാണ്. പലരും വിചാരിക്കുന്നത് ഗൾഫിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ചൊക്കെ സമ്പാദിച്ചിട്ട് വരണം, മടങ്ങി വരണം, നാട്ടിൽ വന്ന് ജീവിക്കണം എന്നൊക്കെയാണ്. പക്ഷെ എങ്ങനെയോ അവര് വീണ്ടും വീണ്ടും അവിടെ നിൽക്കാൻ നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ അവരുടെ വ്യാമോഹങ്ങൾ വളരുന്നു. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചിലർക്ക് വെറും ആർത്തിപ്പണ്ടങ്ങളായി മാറുന്നു. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞുവല്ലോ, അവന്റെ ജീവിതം ഒരു പട്ടിയുടെ ജീവിതം പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്. ഉപദ്രവിച്ചാലും ഇല്ലെങ്കിലും നാവ് നീട്ടി തുപ്പുനീരൊലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നായിയുടെ ജീവിതമായി, ആർത്തിയുടെ പ്രതീകമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് 20 കൊല്ലം കഴിഞ്ഞു, ഇനിയും ഒരു 10 കൊല്ലം കൂടി നിന്നാൽ ഇത്ര ലക്ഷം ഉണ്ടാക്കാം, ഇത്ര കോടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ തങ്ങുന്ന ആളുകൾ. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉള്ളു തുറന്ന് ചിന്തിക്കണം. ആർക്കു വേണ്ടി സമ്പാദിക്കുന്നു? ആർക്കു വേണ്ടി ജീവിക്കുന്നു? കുടുംബം നിനക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? പ്രവാസിയുടെ ജീവിതത്തിൽ കുടുംബം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. മറ്റൊരു സംഗതി കല്യാണം കഴിക്കുന്ന വിഷയത്തിലാണ്. ഗൾഫിൽ നിന്ന് ഒന്ന് വരും, കല്യാണം കഴിച്ചു പോവും. എനിക്കറിയാം ഇപ്പോഴും 35 വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത നല്ല ദീനീ പ്രവർത്തകരായ ആളുകൾ. സംഭവം എന്താ വെച്ചാൽ, അയാളുടെ മനസ്സിലുള്ള ഒരു സുന്ദരിയുണ്ട്. ആ സുന്ദരിയുടെ രൂപലാവണ്യം ഈ കണ്ട കുട്ടികൾക്കൊന്നും ഒക്കാത്തത് കൊണ്ട് കല്യാണം അങ്ങനെ നീണ്ടു പോവുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയൊക്കെയാണ് പരിഹാരങ്ങളുള്ളത്. ജീവിതത്തിലേക്ക് ഒരാളെ കൂട്ടുമ്പോൾ, ഒരു പെൺകുട്ടിയെ കൂട്ടുമ്പോൾ എന്താണ് നിന്റെ മാനദണ്ഡം? ആ മാനദണ്ഡം ഇസ്ലാമികമാണോ? ഒരു സഹോദരൻ പറഞ്ഞതോർക്കുന്നു, വളരെ പ്രശംസനീയമായ ഒരു നിലപാട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് കുട്ടിക്കുണ്ടായിരിക്കേണ്ട യോഗ്യത എന്ന് എനിക്ക് തോന്നിയത്, ഈ ബന്ധത്തിൽ ജനിക്കാൻ പോകുന്ന എന്റെ കുട്ടികളെ നന്നായിട്ട് വളർത്താൻ കഴിയുന്ന ഒരു ഉമ്മയായിരിക്കാനുള്ള യോഗ്യത അവൾക്കുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. റാഹത്തായ ജീവിതം നയിക്കുന്ന ഒരു ദീനീ പ്രവർത്തകൻ. ഞാൻ സൂചിപ്പിക്കുന്നത്, കല്യാണം കഴിക്കുന്ന വിഷയത്തിൽ മുതൽ നമ്മളിത് ശ്രദ്ധിക്കണം. 1 or 2 വർഷം പിതാവ് ഗൾഫിലായിരിക്കുമ്പോൾ, പ്രവാസിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്റെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ച് വിശ്വസിച്ച് പോകാൻ കഴിയുന്ന, കുഞ്ഞുങ്ങളെ ശരിയായി വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശിക്ഷണം കിട്ടിയ, ദീനീബോധം കിട്ടിയ ഒരു പെൺകുട്ടി അവളായിരിക്കണം എന്റെ വധു എന്ന് ചിന്തിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ തവണ ഗൾഫിൽ നിന്ന് വരും, കുറെ പെണ്ണ് കാണും, വീണ്ടും തിരിച്ചു പോകും. വർഷങ്ങളായിട്ട് പെണ്ണ് കാണൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൂറിയെ തേടിയുള്ള യാത്രയാണ്. ഈ ഹൂറിയാണ് പിന്നെ അയൽവക്കത്തുള്ള അന്യമതസ്ഥനുമായിട്ട് പോകുന്നത്. ദീനീബോധമുള്ള ഒരാൾ വേണം എന്ന ചിന്ത പലപ്പോഴും കടന്നു വരുന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാസിയായിരുന്നു, വർഷങ്ങളോളം പ്രവാസിയായിരുന്നു. പക്ഷെ ഇസ്മായിലിനൊരു കുഴപ്പവും സംഭവിച്ചില്ല. നമ്മൾ കണ്ണും കൽബും തുറന്ന് ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം വരുന്നു. 12 വയസ്സായ കുട്ടിയെ അറുക്കാനായി, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അറുക്കാനായി പിടിക്കുകയാണ്. ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് മോനെ നിന്റെ അഭിപ്രായം? തന്നുറമാകാത്തറ. അപ്പൊ കുട്ടി പറയും, ഉപ്പ എങ്ങനെയാണോ ഉടമസ്ഥനായ നാഥൻ കൽപ്പിച്ചത് അതുപോലെ താങ്കൾ ചെയ്തുകൊള്ളുക. സത്തജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പടച്ചവന്റെ മുമ്പിൽ കുനിഞ്ഞു വണങ്ങുന്ന ക്ഷമാലുക്കളിൽ ഒരാളായി എന്നെ താങ്കൾക്ക് കാണാം. എത്ര വയസ്സുള്ള കുട്ടി? 12 വയസ്സുള്ള ബാലൻ പറയും. അവന്റെ വിശ്വാസത്തിന്റെ റേഞ്ച് നിങ്ങൾ നോക്കണം. പ്രവാസിയായ പിതാവിന്റെ അസാന്നിധ്യത്തിൽ ഈ കുട്ടിയെ ഇങ്ങനെ വളർത്തിയെടുത്തതാരാം? ഹാജറയാണ് എന്ന് നമുക്കറിയാം. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടി ഒരു ഹാജറയായിരിക്കണം,
അല്ലെങ്കിൽ എന്റെ കുട്ടിയെ വളർത്താൻ കഴിയുന്ന, സംസ്കാരം കൊടുത്ത് വളർത്താൻ കഴിയുന്ന, ഞാൻ വിശ്വസിച്ചേൽപ്പിച്ചു പോകുന്ന ശരീരവും എന്റെ സമ്പാദ്യങ്ങളും സൂക്ഷിക്കാൻ കഴിയുന്ന, ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരാളെ എന്റെ വിരിപ്പിലേക്ക്, എന്റെ വീടിന്റെ സിറ്റൗട്ടിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ ഇച്ഛാശക്തിയുള്ള, വിശുദ്ധിയുള്ള ഒരു സ്ത്രീയായിരിക്കണമെന്ന ബോധമാണോ വിവാഹം കഴിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മാനദണ്ഡം? പരിശോധിക്കേണ്ട വിഷയമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. വളരെ ഗൗരവത്തിൽ പെൺകുട്ടികൾ എങ്ങനെയുണ്ടോ എന്നൊക്കെ ചില ആൾ ഇപ്പൊ ഹാജറമാരുണ്ടോ? ഹാജറയില്ലെങ്കിലും ഹാജറയെ പോലുള്ളവരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും സാധുക്കളായ ആളുകളുണ്ട്. മഹാനായ ഉമറിന്റെ മാതൃക ഈ വിഷയത്തിലൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉമർ പറഞ്ഞില്ല, ആ പാൽക്കാരിയുടെ കഥ അറിയാമല്ലോ. ആ പെൺകുട്ടിയെ കണ്ടുമുട്ടിയതിന് ശേഷം ഫാറൂഖ് ഉമർ തന്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഉമ്മ നിർബന്ധിച്ചിട്ടും പാലിൽ വെള്ളം ചേർക്കാതെ പടച്ചവനെ പേടിക്കുന്ന ഒരു കൗമാരക്കാരിയായ കുട്ടി. എന്ത് സമ്മാനമാണ് ഞാൻ അവൾക്ക് കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുന്നത്. അപ്പൊ ആരോ ഒരാൾ പറഞ്ഞു, ഉമറെ താങ്കൾ ഒരു 1000 ദിർഹം അവൾക്കൊരു സമ്മാനം കൊടുക്കും. 1000 ദിർഹം. ഉമർ പറഞ്ഞു, 1000 ദിർഹമോ? അതൊന്നുമല്ല അവൾ അർഹിക്കുന്നത്. ഞാൻ എന്റെ സ്വന്തമാക്കും അവളെ. എന്നിട്ടാണ് വന്നിട്ട് മകൻ ആസിമിനെ വിളിച്ചിട്ട് കല്യാണാലോചന നടത്തുകയും മരുമകളാക്കുകയും ചെയ്യുന്നത്. നമ്മുടെ രക്ഷിതാക്കൾക്ക് ഈ മാതൃക ഉയർത്തിപ്പിടിക്കാൻ കഴിയും. എന്റെ വീട്ടിലേക്ക് എന്റെ മകന്റെ ഭാര്യയായി കടന്നു വരുന്ന പെൺകുട്ടി ഇതുപോലെ മുത്തക്കയായിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ ഈ വസിയ്യത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം പ്രവാസികളുടെ സാമ്പത്തിക ജീവിതമാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ അത് ഇസ്ലാമികമാണോ എന്ന് ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട സ്ഥിതിയിലാണ്. അള്ളാഹുവിന്റെ ഒരു വസിയ്യത്ത് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽ ബഖറ 195-ാമത്തെ വചനം, വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ ചെലവഴിക്കണം, സമർപ്പിക്കണം, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കണം. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, സ്വന്തം കൈകൾ കൊണ്ട് നിങ്ങൾ നാശത്തിൽ പോയിട്ട് ചാടരുത്. അല്ലാഹു പറയും, എല്ലാവർക്കും ബാധകമാണിത്. ഞാൻ ഇപ്പോൾ ഇത് സാന്ദർഭികമായി പ്രവാസികളുടെ മുമ്പിൽ വെക്കുകയാണ്. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ നിങ്ങളുടെ ധനം, സമ്പത്ത് ചെലവഴിക്കണം. നിങ്ങളുടെ കൈകളായിട്ട് നിങ്ങൾ നാശത്തിൽ പോയിട്ട്, ഈ ധനവുമായിട്ട് നാശത്തിൽ പോയിട്ട് ചാടരുത്. വഹ്സിനോ, നിങ്ങൾ നന്മകൾ ചെയ്യൂ. നന്മകൾ ചെയ്യൂ എന്നല്ല, അഹ്സിനു എന്ന് പറഞ്ഞ നന്മകൾ നന്നായി ചെയ്യൂ. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മകൾ നന്നായിട്ട് ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത്. വർഷങ്ങളോളം പണിയെടുത്ത ലക്ഷക്കണക്കിന് സമ്പാദ്യം, ബാങ്ക് ബാലൻസ് എന്തിനു വേണ്ടി നീ ഉപയോഗിക്കുന്നു? അത് ഉപയോഗപ്പെടുത്തുമ്പോൾ വല്ല ദീനീ വിചാരവുമുണ്ടോ? ലാ തസൂലു ഖദമ അബദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ എന്ന് നമുക്കെല്ലാം അറിയാം. നാളെ പരലോകത്ത് 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ കാല് മുമ്പോട്ട് വെക്കാൻ നാഥൻ അനുവദിക്കൂല. അത് 2 ചോദ്യം സമ്പാദ്യത്തെ സംബന്ധിച്ചാണ്. മിൻ ഐന ഇക്തസബ വഫീമാ അൻഫഖ, ഇക്തിസാബും ഇൻഫാക്കും, എവിടെ നിന്ന് സമ്പാദിച്ചു, എങ്ങനെ, എന്തിൽ ചെലവഴിച്ചു. വരവും ചെലവും ഇസ്ലാമികമാണോ? ഗൾഫുകാരന്റെ ചെലവ് പലപ്പോഴും ധൂർത്തല്ലേ, ആർഭാടമല്ലേ, അനാവശ്യമല്ലേ? ഇതുപോലെ വീട് കെട്ടുന്ന ഒരു സമൂഹം മലയാളികളെ പോലെ വേറെയുണ്ടോ? നമ്മൾ കർണാടകയിലൂടെയും തമിഴ്നാട്ടിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന ആളുകളാണ്. ആവശ്യത്തിനുള്ള വീടാണ് നമ്മൾ കാണുന്നത്. പുലർന്നു പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ ഷെഡുകൾ, വീടുകൾ അപൂർവമായിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ. പൊതുവെ അങ്ങനെയാണ് ആളുകൾ. കേരളത്തിന്റെ അതിർത്തി കടന്ന് നമുക്ക് വേഗം മനസ്സിലാവും. കാരണം ഇരുനില, ബഹുനില കെട്ടിടങ്ങൾ, വലിയ വലിയ കൊട്ടാരങ്ങൾ. ഗൾഫുകാരൻ ഇതൊരു പൊങ്ങച്ചമായി കാണുകയാണ്. ഞാൻ താമസിക്കുന്ന എക്കാപറമ്പിനടുത്ത ഒരു വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയപ്പോ തൊട്ടടുത്തൊരു വലിയ വീട് കുറെ നാളായിട്ട് ഇങ്ങനെ പണി നടക്കുന്നുണ്ട്. ഞാൻ പോയ വീട്ടുകാരനോട് ചോദിച്ചു ഇത് ആരുടേതാണ്. അപ്പൊ അദ്ദേഹം വിശദീകരിച്ചു തന്നു. ഒരു കോടിയുടെ എസ്റ്റിമേറ്റ് ആണ്. 1 കോടി. ഇതൊക്കെ ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലക്ഷങ്ങൾ കോടിയിലേക്ക് പോകുന്നു. ആരെയോ അനുകരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലും ഒരു അംബാനി ഉണ്ട് എന്നാണ് നേർക്കുനേരെ അതിനർത്ഥം. 6 പേർക്ക് ജീവിക്കാൻ വേണ്ടി 24 നിലയുള്ള 14,000 കോടിയുടെ വീടുണ്ടാക്കിയ അംബാനി ഉണ്ടല്ലോ.
ഹാത്തിമുൽ അസമ്മു റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ മദീന സന്ദർശിച്ചു. മദീന പള്ളിയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ധാരാളം ആളുകൾ മദീനത്തെ ഭാവമാറ്റമല്ല വല്ലാതെ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. മദീനയുടെ ഭാവമാറ്റം, വലിയ വലിയ ബിൽഡിങ്ങുകൾ, കൊട്ടാര സമാനങ്ങളായ ബംഗ്ലാവുകൾ, വീടുകൾ. പള്ളിയിലിരുന്ന ഹാത്തിം അസമ്മിനെ തേടി ഒരുപാട് ആളുകൾ വന്നു അനുഗ്രഹം വാങ്ങാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി. ഹാത്തിമുൽ അസമ്മ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ല കൂട്ടരെ, ഇതാരുടെ പട്ടണമാണ്? ഇതെന്തൊരു ചോദ്യമാണ്? ഇത് മദീനത്തുൻ നബിയല്ലേ, മദീനയല്ലേ? ഇത് പ്രവാചകന്റെ പട്ടണമല്ലേ? ഹാത്തിമിന്റെ ചോദ്യം, പ്രവാചകന്റെ പട്ടണമാണെങ്കിൽ ഇതിലേത് ബംഗ്ലാവിലാണ് പ്രവാചകൻ താമസിച്ചിരുന്നത്? എനിക്കൊന്ന് കാണിച്ചു തരൂ. 2 റക്അത്ത് അവിടെ പോയിട്ട് നമസ്കരിക്കാൻ വേണ്ടിയാണ്. അന്ന് പ്രവാചകൻ ബംഗ്ലാവിലൊന്നുമല്ല താമസിച്ചിരുന്നത്. ഈത്തപ്പന മട്ടലടുക്കി വെച്ചിട്ട് അതിന്റെ ഓല കൊണ്ട് പണിത മണ്ണ് തേമ്പിയ കുടിലിലാണ് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്നത്. ശരി പോട്ടെ, അദ്ദേഹത്തെ പിന്തുടർന്ന സഹാബത്തുണ്ടല്ലോ, അവരിലാരെങ്കിലും താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവ് കാണിച്ചു തരാമോ? അവരും പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് അതുപോലുള്ള ലളിത ജീവിതമാണല്ലോ നയിച്ചത്. ഹാത്തിമുൽ അസമ്മിന്റെ കണ്ണുകളിലെ രോഷം ജ്വലിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രവാചകനും സഹാബത്തും അങ്ങനെയാണ് ജീവിച്ചതെങ്കിൽ ആ പ്രവാചകന്റെ പട്ടണത്തിൽ വന്നിട്ട് ഇങ്ങനെ ജീവിക്കാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം നൽകിയത് എന്ന് ചോദിക്കുന്ന ഹാത്തിമുൽ അസം, അത് ചരിത്രത്തിലെ ഒരു ചോദ്യമാണ്. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദുന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വിശദീകരിക്കേണ്ടതില്ലല്ലോ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ അറിയാം. ആ പരലോക ഭവനം ഔദ്ധത്യവും മഹന്തയും ആഗ്രഹിക്കാത്ത ആളുകൾക്ക് വേണ്ടി, സൂക്ഷ്മശാലികൾക്ക് വേണ്ടി നാം പരലോകത്ത് ആ ഭവനം നിർമ്മിച്ചിരിക്കും. ആ ഭവനത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു അവർക്ക്. എന്തിനാണ് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ പണം ഡെഡ്മണിയാക്കി മാറ്റുന്നത്? ചത്ത പണമാണ്, ഒന്നിനും ഉപകരിക്കാത്ത പണം. ഒരു ബിസിനസ്സിൽ, ഒരു സംരംഭത്തിൽ ഇറക്കിയാൽ അതിന്റെ പ്രയോജനമുണ്ടാകും, സമൂഹത്തിന് അതിന്റെ പ്രയോജനമുണ്ടാകും. ഇങ്ങനെ ഒന്നും ചെയ്യാതെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും തുക വെറുതെ നശിപ്പിച്ചു കളയുന്ന, പിന്നീട് ഈ കൊട്ടാരങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനോ അറ്റകുറ്റപ്പണി നടത്താനോ പെയിന്റ് അടിക്കാനോ പോലും പണമില്ലാതെ പാപ്പരായി തീർന്ന എത്രയോ ഗൾഫുകാരുടെ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നതിന് ചുരുക്കം, അല്ലാഹുവിന്റെ വസിയ്യത്ത്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ചോദിച്ചല്ലോ, ഇത്ര ചെറിയൊരു ഷെഡിൽ താമസിക്കുന്നത് എന്തേ? അദ്ദേഹം പറഞ്ഞു, ഇതൊരു താൽക്കാലിക ഷെഡാണ്. അനശ്വരമായ ഒരു വീട് പരലോകത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. തിൽക്കദ്ദാറുൽ ആഖിറ, അങ്ങോട്ട് താമസോടനെ മാറ്റും എന്ന് പറഞ്ഞ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭവന നിർമ്മാണ സങ്കല്പമുണ്ടല്ലോ, എഞ്ചിനീയറുടെ മുമ്പിൽ സ്കെച്ച് ചെയ്യാൻ വേണ്ടി, പ്ലാൻ വരപ്പിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴെങ്കിലും സത്യവിശ്വാസിയായ മനുഷ്യന്റെ മനസ്സിൽ ഈ ചിന്തകൾ കടന്നു വരേണ്ടതുണ്ടല്ലോ. ആവശ്യത്തിനനുസരിച്ചാവാം മുറികളുടെ എണ്ണവും സൗകര്യവും വിശാലതയും ഒക്കെ. ആവശ്യമില്ലാതെ അനാവശ്യമായി ആർഭാടത്തിന് വേണ്ടി, പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികൾ. ഞാൻ വിശദീകരിക്കുന്നില്ല. നിന്റെ സാമ്പത്തിക ജീവിതം സംതൃപ്തിദായകമാണോ ഇസ്ലാമികമാണോ എന്ന് പരിശോധിക്കുവാൻ ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, സ്വന്തം കൈകളാൽ നാശത്തിൽ ചെന്ന് ചാടരുത്. വഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു തീർച്ചയായും സുഹൃത്തുക്കളെയാണ്, നന്മകൾ നന്നായി ചെയ്യുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്യൂ എന്ന് പറയും. സർവോപരി പ്രവാസ ജീവിതം എന്ന് പറയുന്നത് അന്യനാട്ടിൽ ജീവിക്കുന്ന ജീവിതമല്ല. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതം തന്നെ, ദുനിയാവിലെ ജീവിതം മുഴുവൻ പ്രവാസമാണ്. അതാണ് പ്രവാചകൻ ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ വസിയത്ത്, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു പ്രവാസിയെ പോലെ, അല്ലെങ്കിൽ റോഡ് മുറിച്ചു കിടക്കുന്ന ഒരാളെ പോലെ. അതായിരിക്കണം ഈ ദുനിയാവിനോടുള്ള നിന്റെ സമീപനം എന്ന് പ്രവാചകൻ വൃദ്ധന്റെ ചുമലിലല്ല, ചെറുപ്പക്കാരന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറയുകയുണ്ടായി. ആത്യന്തികമായി പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോകുവാൻ, അല്ലാഹുവിന്റെ വസിയ്യത്തുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.